ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ് നമ്മളപ്പോൾ സർവൈവൽ മോഡിൽ ജീവിച്ചിട്ട് നമ്മളിന്ന് എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പോവുകയാണ് ഗൈസ്. അതാണ് നമ്മുടെ എപ്പിസോഡ്. നമ്മളപ്പോൾ ഓരോ എപ്പിസോഡായിട്ടായിരിക്കും നമ്മൾ എൻഡർ ഡ്രാഗനെ കൊല്ലാനൊക്കെ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി നമുക്കൊരു ആക്സൊക്കെ ഉണ്ടാക്കണം. പശുവിനൊക്കെ ഒന്ന് ഫുഡ് ഉണ്ടാക്കണം. ചിഞ്ചുമോളെ മരമൊക്കെ മുറിച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇപ്പോൾ ഈ 4 ഇതുകൊണ്ട് നമുക്ക് എന്നിട്ട് നമുക്കിനി ഇതുകൊണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമുക്കിനി ഇതുകൊണ്ട് കത്തിയും അതും ഇതൊക്കെ ഉണ്ടാക്കണം. ഇത് ചുരുട്ടി തുടങ്ങി. ഇപ്പോൾ പണി ഷീപ്പിനെ കൊല്ലാം. എങ്ങനെ ഷീപ്പിനെ കൊല്ലാം? ഇത് വെച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഷീപ്പിനെ കൊന്നിട്ട് ബെഡ് മൈൻക്രാഫ്റ്റ് ഇങ്ങനെ ആദ്യമായിട്ടാണ് കളിക്കുന്നത് പോലും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് സർവൈവൽ ഒരു വീടൊക്കെ പണിത് സെറ്റാക്കും. മീറ്റും കിട്ടി. എന്നാൽ ഞാൻ ഈ സോംബികളെ വരുന്നത് തന്നെ കളിക്കണം. ഞാൻ ഈ ഗെയിമിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നതാണ് ഉണ്ടാത്ത ഇരുട്ടി പണി വാളി. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ. അയ്യോ അവിടെ വെച്ച് മറന്നു. അയ്യോ സോംബി പണിവാളി. അതൊരു മാറ്. അയ്യോ ഓടി. നമുക്കിപ്പോൾ ഇത് ഏതാ സ്ഥലം എന്ന് പോലും അറിയത്തില്ല. ക്രാഫ്റ്റിംഗ് ടേബിളാണ് മുകളിൽ ഇരിക്കുകയാണ്. ഇത് നമ്മൾ വെറുതെ നമ്മൾ അടുത്തവൻ അണ്ണാക്കോട്ട് കയറിപ്പോ. ഇത്രയോട്ടൊന്ന് ഇരുട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അയ്യോ ആരുടെ ലൈഫ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ ഇരുന്ന് നേരം വെളുപ്പിക്കേണ്ട വരും. അതേ നടക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ ഈ നേരം വെളുപ്പിച്ചിട്ട് വരാം. ഗൈസ് നമ്മളങ്ങനെ ഒരു ബെഡൊക്കെ ഒപ്പിച്ചെടുത്തു. പിന്നെ ഇവിടെ സോംബികളെല്ലാം ചത്തു തുടങ്ങി. അപ്പോൾ നമുക്കിനി എത്ര പെട്ടെന്ന് മരമൊക്കെ മുറിക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ പോയി, നമ്മുടെ വേൾഡ് പോയി. ഇതുമെല്ലാം ചെയ്യുമോ? നമ്മളിനി പേടിയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഇതുകൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കുട്ടികളെ വാടി മുത്തുമണികളെ. അതിൻ്റെ മോന്താണെങ്കിൽ വിഷമം തോന്നുന്നു. അപ്പോൾ അതിനെ കൊല്ലുന്നില്ല, ഇതിനെ പക്ഷെ ഫുഡല്ല നമുക്കിനി തടിയും. ഇവിടെ ആണെങ്കിൽ ഉണക്ക വേൾഡ്
താഴോട്ട് പോകാം നമുക്ക്. ലൈഫൊന്നൊരു പ്രശ്നമല്ല മച്ചു. ലൈഫൊക്കെ കയറിക്കോളും. ഇവിടെ നമുക്ക് ആട്ടുംകുട്ടികളെ വേണം. ആദ്യമേ തടി മുറിക്കട്ടെ, ഇപ്പം കിട്ടും. ഇവിടെ നിന്ന് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കി ഞാൻ കണ്ട് നമ്മൾ പാലായിട്ടുള്ള ഒരു പഠിപ്പിക്കും. 3 മണിയായി ഗൈസ്. ഇനിയിപ്പോൾ 4 മതി. നമുക്ക് കത്തിയും അത് നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അത് പോയി. വേറെന്താ ഇപ്പോൾ ഉണ്ടായത്? മുങ്ങാങ്കോഴി ഇട്ട് അവിടെ വരെ പോവാ. എനിക്ക് ഒന്നാം ഇഷ്ടമല്ല. നമുക്ക് വിശന്ന് തുടങ്ങി. മൈൻഡ് ചെയ്യണം, വീഡിയോ പണിയണം. അപ്പോൾ നമുക്ക് വീഡിയോ പണിയുമ്പോൾ മൈൻഡ് ചെയ്യുന്നതല്ല ഓരോ എപ്പിസോഡായിട്ട് ഡ്രാഗനെ കൊല്ലുന്ന എല്ലാം ഓരോ എപ്പിസോഡായിട്ടാണ് വരുന്നത്. സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇത് എന്നതാണോ? ഇതൊന്നും അല്ല നമുക്ക് വേണ്ട. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇതെങ്ങനെ പറ്റിയെന്ന് എനിക്കിതറിയാം. ഇതെല്ലാം ചെയ്യാൻ അറിയാം. ഞാൻ മറന്നു. ഞാൻ കുറേ കാലം കളിച്ചോണ്ടിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ആണെങ്കിൽ നമുക്കൊരു ഇവിടെ ഒരു നല്ല സ്പോട്ട് നമുക്ക് വീടൊക്കെ പണിയാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ പണിയാൻ പറ്റുന്നില്ല. ഇതൊരു അത്യാവശ്യം നല്ലൊരു കുളം സ്പോട്ടാണ്. നമുക്ക് ഇവിടെ തന്നെ വീട് പണിയാം. ഒരു തട്ടിക്കുട്ട് വീടാണ്. ഒത്തിരി ഏരിയ ഒന്നുമില്ല. ഒരു ബെഡ് ഇടുക, കിടക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ്. നമ്മളാണോ ഇല്ലാത്ത സാധനം? അതിന് ഇപ്പോൾ സാധനങ്ങളില്ല. ഇതങ്ങോട്ട് പിടിച്ചു നോക്കും. ഇങ്ങോട്ട് 10 മണികൾ ഷുട്ട് മണികൾ എല്ലാവരും കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം. വീഡിയോയിലേക്ക് ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നതാണ്. നമ്മളിക്കുട്ടി മിന്നാണ്ടിരിക്കുവോ? ഇത് മരം എന്ത്? മരം ഇവിടെ ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ മരം ഉണ്ടാക്കുന്ന ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചു ഗൈസ്. അപ്പോൾ ഈ നമുക്കടുത്ത് നമ്മുടെ വീട് പണിതിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം.
പേന കോണെന്നൊക്കെ ആയിരിക്കുള്ളൂ നമ്മുടെ വീടിരിക്കുന്നത്. നമ്മുടെ വീട് അത്ര ഇല്ലല്ലോ ഗൈസ്. ഞാനത് പണിത ഇതിൽ നേരെ അങ്ങ് പോവുക. ഇനിയും 4 ഗൈസ്. നമുക്കൊരു 30 തടിയായിട്ട് ഞാൻ ഇനി വരാം ഗൈസ്. ഗൈസ് നമ്മൾ കുറച്ച് തടിയൊക്കെ വെച്ചിട്ട് പണിത് നമുക്കിനി ബെഡ് വെച്ച് കിടക്കാം. ഇപ്പോൾ സോംബി വരും. ഉറങ്ങും. ഇപ്പോൾ സോംബി വരും. എന്നിട്ട് എന്തൊരു കഷ്ടപ്പാടാണ് നമ്മുടെ ജീവിതം. ഈ കഷ്ടപ്പാട് നിങ്ങളത് ലൈക്ക് ചെയ്യൂ. എൻ്റെ ഈ കഷ്ടപ്പാടിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒരു ലൈക്കും ഒരു ഷെയറും ഒരു സബും തന്നെ കാണും. മറ്റവൻ എന്തോ ഒരു ചിലന്തി കുട്ടൻ അവിടെ നിന്ന് എന്നെ അടിക്കാൻ നിൽക്കുക. അയ്യോ, ചിലന്തി കുട്ടൻ എന്ന് പറയുമ്പോൾ ദേ അടുത്ത സോംബി കുട്ടൻ. ആറെണ്ണം മതിയായിരിക്കും പണിത് കഴിയുക. മറ്റേ തടിയും കൂടെ എടുത്തിട്ട് ഇവിടെ തടി കിടപ്പുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡോറും സെറ്റപ്പും ഒക്കെ വേണ്ടേ. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ നമ്മുടെ വീട് ഇപ്പം ഇത്രേ ഉള്ളൂ. നമ്മളിനി പകുതിക്ക് അടുത്ത വീട് പണിയും സെറ്റ് സാധനങ്ങളും എല്ലാം ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.